വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായം 34 മുതൽ 38 വരെ. യേശു ജനക്കൂട്ടത്തെയും തന്റെ ശിഷ്യന്മാരെയും വിളിച്ച് അവരോട് അരുൾ ചെയ്തു, എന്നെ അനുഗമിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ തന്നെ തന്നെ ത്യജിച്ച് തന്റെ കുരിശെടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. എന്നാൽ തന്റെ ജീവൻ രക്ഷിക്കുവാൻ ആഗ്രഹിക്കുന്നവൻ അത് നശിപ്പിക്കും. എനിക്ക് വേണ്ടിയും എന്റെ സുവിശേഷത്തിനു വേണ്ടിയും തന്റെ ജീവൻ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും തന്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവന് എന്താ പ്രയോജനം? അവൻ തന്റെ ആത്മാവിന് പകരം എന്തു കൊടുക്കും? വഴിപിടിച്ചതും പാപം നിറഞ്ഞതുമായ ഈ തലമുറയിൽ ആരെങ്കിലും എന്നെക്കുറിച്ചും എന്റെ വചനങ്ങളെക്കുറിച്ചും ലജ്ജിച്ചാൽ മനുഷ്യപുത്രൻ പരിശുദ്ധ മാലാഖമാരുടെ തന്റെ പിതാവിന്റെ മുഖത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ചും ലജ്ജിക്കും. നിങ്ങൾക്കെല്ലാവർക്കും സംപ്രീതി ഉണ്ടായിരിക്കട്ടെ. നിർത്തിയിടരുതേ മാതാവേ, ഞങ്ങൾക്കായുള്ള ഞങ്ങളിൽ ആർദ്രത തോന്നിയിടാനേകാത്മജനോട് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്ക് സ്തുതി. ആദ്യം നിനക്ക് തന്നെ ഉണ്ടായിരിക്കുമാറാകട്ടെ. കർത്താവിനെ സ്നേഹിക്കപ്പെട്ട വിശ്വാസികളെ, വിശുദ്ധ ഗ്രിഗോറിയോസ് സദായുടെ പെരുന്നാൾ നമ്മൾ ഈ സങ്കേതഭവനത്തിൽ ആഘോഷിക്കുന്ന സമയം ഗ്രിഗോറിയോസ് സദായിൽ കൂടെ നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾ, അനുഭവങ്ങൾ, സന്ദേശങ്ങൾ ഉൾക്കൊള്ളുവാൻ നമ്മുടെ പ്രാർത്ഥനാപൂർവ്വം കാത്തിരിക്കുകയാണ്. ഈ വിശുദ്ധ കുർബാനയുടെ സ്വർഗാരോഹണം വരെയുള്ള കർത്താവിൻ്റെ ഓർമ്മ നമ്മൾ നടത്തിയിരിക്കുന്ന ഈ സമയം, ഈ ഓർമ്മ നമ്മളെയും സ്വർഗാരോഹണം വരെ നമ്മുടെ പ്രാണനെ ഉയർത്തിക്കൊണ്ടു പോകാൻ ഉതകത്തക്ക വിധത്തിലുള്ള യേശുവിനെ എങ്ങനെയാണ് അനുഗമിക്കേണ്ടതെന്ന് പിതാക്കന്മാർ നമ്മളെ പഠിപ്പിക്കുകയായിരുന്നു. ഒരു സഹതായുടെ ഓർമ്മ പെരുന്നാളിൽ വായിക്കേണ്ട വേദഭാഗങ്ങളിൽ നിന്ന് വായിച്ചു കേട്ടു. അതിൽ കൂടെ നമ്മുടെ പിതാക്കന്മാർ നമ്മളോട് എന്ത് പറയാൻ ആഗ്രഹിക്കുന്നു? സഹതയന്മാർ കർത്താവിന് വേണ്ടി രക്തസാക്ഷികളാകുവാൻ അവരെ പ്രേരിപ്പിച്ചതും അവരെ സഹായിച്ചതുമായ തിരുവചനങ്ങൾ ഏതെല്ലാമാണ്? യേശുവിൻ്റെ ഏതെല്ലാം വചനങ്ങൾ അവിടെ ഹൃദയത്തിൻ്റെ അടിത്തട്ട് വരെ എത്തിയിട്ടാണ് അവർ സന്തോഷത്തോടെ അവർക്കുണ്ടായ എല്ലാ ദണ്ഡന പീഡനങ്ങളും സഹിച്ച് അത് യേശുവിനെ സാക്ഷിക്കുവാൻ ഉപയോഗിച്ചത്? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ കർത്താവിനെ സാക്ഷിക്കുവാൻ നമുക്ക് ലഭിച്ച എത്ര അവസരങ്ങൾ നമ്മൾ വാഴാക്കി? ഇനിയും നമുക്ക് ലഭിക്കുന്ന അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തുമോ? സുവിശേഷപരമായ നടപടിയിലേക്ക് ആനയിക്കപ്പെടും എന്ന് മാമോദീസായിൽ നമ്മളെക്കുറിച്ച് ഒരു പ്രവചനം നടത്തിയിട്ടുള്ളതാണ് പിതാക്കന്മാർ. പക്ഷെ ആ പ്രവചനം പൂർത്തിയായിട്ടുണ്ടോ? നമ്മുടെ ജീവിതം മുഴുവൻ സുവിശേഷപരമായ നടപടിയായിരിക്കുമോ? നമുക്കുണ്ടാകുന്ന അനുഭവങ്ങൾ മുഴുവൻ സുവിശേഷത്തിന് ഉതകുന്നുണ്ടോ? അപ്പോസ്തലന്മാരും സഹതന്മാരും വിശുദ്ധന്മാരും പറയുന്നത്, തിരുവചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടാൽ, അത് ഹൃദയത്തിൽ നിറഞ്ഞു നിന്നാൽ എന്തു സംഭവിച്ചാലും അത് മറ്റുള്ളവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും. തേൻ നിറഞ്ഞതായൊരു പാത്രത്തിൽ ആരെങ്കിലും ഒരു തട്ട് വെച്ച് കൊടുത്താൽ തെറിക്കുന്ന തേനായിരിക്കും. ചെളിവെള്ളം നിറഞ്ഞതായൊരു പാത്രത്തിൽ ആരെങ്കിലും തട്ടുകയോ മുട്ടുകയോ ചെയ്ത് ചെളിവെള്ളമായിരിക്കും തെറിക്കുന്നത്. ഹൃദയം നിറഞ്ഞ് കവിയുന്നത് സംസാരത്തിൽ കൂടെ വരികയും ചെയ്യും. നമുക്ക് എന്ത് സംഭവിച്ചാലും നമ്മുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വചനമാണോ നമ്മുടെ നാവിലൂടെ വരുന്നത്? ആര് നമ്മളെ അടിച്ചാലും ഇടിച്ചാലും തൊഴിച്ചാലും കുത്തിയാലും വചനം അവർക്ക് കിട്ടുന്നുണ്ടോ? കർത്താവ് കാണിച്ച മാതൃകയും വിശുദ്ധന്മാർ സഹതന്മാർ കാണിച്ച മാതൃക ഏതാണ്? അവർ രഹസ്യമായി ക്രിസ്തുവിനെ തങ്ങളുടെ ഉള്ളിൽ വളർത്തിയൊരു കാലമുണ്ട്. ക്രിസ്തുവിൻ്റെ വളർച്ച അവരുടെ ഉള്ളിൽ പൂർത്തിയായി കഴിയുമ്പോൾ പരസ്യമായി ക്രിസ്തുവിനെ സാക്ഷിക്കുന്ന കാലമുണ്ട്. നമ്മുടെ ഏത് കാലമാണ്? നമ്മൾ കഴിഞ്ഞ ദിവസത്തിൽ ചിന്തിച്ചതായ വേദഭാഗം ഇതിനോട് ചേർത്ത് ചിന്തിക്കുകയാണെങ്കിൽ, നമ്മൾ വായിച്ചതും പഠിച്ചതുമായ തിരുവചനങ്ങളെല്ലാം നമ്മുടെ ഹൃദയത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അത് രാവും പോലും ധ്യാനിക്കുകയാണെങ്കിൽ സൽഗുണപൂർണനായ പിതാവിനെ നമുക്ക് സാക്ഷിക്കാൻ സാധിക്കും. സൽഗുണപൂർണനായ പിതാവിനെ പഴയ നിയമത്തിലെ ഇസാഖിനെ ധ്യാനിക്കാൻ സാധിച്ചു. അബ്രഹാമിൽ നിന്ന് ഇസാഖ് കേട്ടതായ വചനം മുഴുവനായിരുന്നു ഇസാഖിന്റെ ധ്യാനം. അതുകൊണ്ട് ദൈവത്തോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാൻ വേണ്ടി ഇസാഖിനെ തന്നെ ബലികഴിക്കാനുള്ള നിയോഗമുണ്ടായപ്പോൾ അത് അബ്രഹാം കർത്താവ് ദൈവത്തെ സാക്ഷിക്കുവാൻ, ദൈവവിശ്വാസം പ്രകടിപ്പിക്കുവാനുള്ള അവസരമായി ഉപയോഗിച്ചപ്പോൾ മോനും പറഞ്ഞു, പപ്പ, സത്യദൈവത്തെ നമ്മൾ ആരാധിക്കുന്ന കാര്യം എൻ്റെ ജീവൻ കൊണ്ടും എൻ്റെ മരണം കൊണ്ടും സാക്ഷിക്കാൻ ഞാനും തയ്യാറാണ്. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി എന്നെക്കാളധികം ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് തെളിയിക്കുവാൻ എൻ്റെ അപ്പച്ചൻ എൻ്റെ പപ്പായിക്ക് എന്നെ ബലികഴിക്കണമെങ്കിൽ ഞാനും എൻ്റെ കൂടെ കൂടാം, നമുക്കൊന്നിച്ച് ആ ബലി തന്നെ നടത്താം.
അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചേർന്ന് മനപ്പൊരുത്തത്തോടെ ബലി കഴിച്ചപ്പോഴാണ് നീ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള എനിക്ക് ബോധ്യമായെന്നുള്ള അരുളപ്പാടുണ്ടായി. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാനോ സ്നേഹിക്കാതിരിക്കാനോ തള്ളാനോ കൊള്ളാനോ ഉള്ള സ്വാതന്ത്ര്യമുണ്ട്. മരിക്കുന്ന മിനിറ്റ് വരെയും ആ സ്വാതന്ത്ര്യമുണ്ട്. അവസാനം വരെ സഹിച്ചു നിന്നാലേ നമ്മുടെ ഈ കുരിശെടുത്തിനുള്ള യാത്ര വിയർപ്പും സ്വർഗാരോഹണവും ആകും എന്നുള്ള കാര്യവും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആവർത്തനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന വചനം ഇസ്ഹാക്ക് തൻ്റെ ജീവിതത്തിൽ കൂടെ കാണിച്ചു. ഇസ്ഹാക്കിനെ ദൈവസ്നേഹം പ്രകടിപ്പിക്കുവാൻ, തൻ്റെ രക്തം മുഴുവൻ കൊടുക്കുവാൻ, മരിക്കുവാൻ അപ്പനോടൊപ്പം കർത്താവിന് സകലതും ബലികഴിക്കുവാൻ തയ്യാറായി. അവർ രണ്ടുപേരും ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് വാക്കുകൊണ്ടല്ല പ്രവൃത്തി കൊണ്ട് കാണിച്ചു ആരാധനയിലൂടെ. നമ്മുടെ ഓരോ ആരാധനയും നമ്മൾ എല്ലാവരേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കുന്നു തെളിയിക്കാനുള്ള അവസരമാണ്. നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതാണ് ബലിപീഠത്തിൽ വയ്ക്കേണ്ടത്. അങ്ങനെ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരെയും പ്രിയപ്പെട്ടതിനെയും ബലിപീഠത്തിൽ വെച്ച് നമ്മൾ ദൈവത്തെയാണ് ഏറ്റവും അധികമായി സ്നേഹിക്കുന്നത് എന്നുള്ള തിരുവചനം, എല്ലാവരേക്കാൾ അധികം ദൈവത്തെ സ്നേഹിക്കണമെന്നുള്ള വചനം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്തു സംഭവിച്ചാലും എന്ത് പ്രതിബന്ധങ്ങളുടെയും മധ്യത്തിൽ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നത് തെളിയിച്ചിട്ട് നമ്മൾ ദൈവത്തിൻ്റെ ഏജൻ്റായി സാക്ഷിയായി മാറുമെന്നാണ് പറയുന്നത്. അബ്രഹാമും ഇസ്ഹാക്കും ദൈവത്തിൻ്റെ സാക്ഷിയായി മാറി, യാക്കോബും അങ്ങനെ മാറി. ഇന്ന് ജീവിച്ചിരിക്കുന്നവരുടെ കൂട്ടത്തിലെ ദൈവത്തിൻ്റെ സാക്ഷിയായിട്ടാണ് അവരറിയപ്പെടുന്നത്. ചരിത്രത്തിൽ അവർ മരിച്ചവരാണ്, പക്ഷെ വേദപുസ്തകത്തിൽ ദൈവരാജ്യത്തിൽ അവർ ജീവിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ സാക്ഷികളാണ്. അതുകൊണ്ട് പഴയ നിയമകാലത്ത് മോശയ്ക്ക് ദൈവം വെളിപ്പെട്ടപ്പോൾ ഞാൻ അബ്രഹാമിൻ്റെ ഇസ്ഹാക്കിൻ്റെ യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞ് അവർ പ്രത്യക്ഷപ്പെട്ടത്. ഇന്നീ പത്തനംതിട്ടയിൽ, ഈ കേരളത്തിലെ, ഇന്ത്യയിലെ എവിടെയെങ്കിലും കർത്താവിനൊന്ന് പ്രത്യക്ഷപ്പെടണമെങ്കിൽ നമ്മുടെ പേര് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷപ്പെടാൻ ഒക്കുമോ? ഇന്നടത്തെ ഇന്നയാളുടെ ദൈവമാണ് ഞാനെന്ന് പറയുമോ? സാധിക്കണമെന്ന കർത്താവിൻ്റെ ആഗ്രഹം. നമ്മളെ പരിചയമുള്ളവരുടെ അടുത്ത് നമ്മുടെ പേരിൽ കർത്താവിന് പ്രത്യക്ഷപ്പെടാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ പൂർണ്ണമായ ദൈവസ്നേഹമുള്ളവരാണെന്നും ദൈവത്തിൻ്റെ വചനം അനുസരിക്കുന്നവരാണെന്ന് തെളിയിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുള്ളൂ. ഗീവറി സദായ്ക്ക് അത് സാധിച്ചു. ഗീവറി സദ ദൈവ നിയോഗപ്രകാരം കർത്താവിൻ്റെ സാക്ഷിയായി ഒരു രാജ്യത്തിൻ്റെ, ഒരു സ്ഥാനത്തിൻ്റെ, ഒരു പ്രദേശത്തിൻ്റെ മുഴുവൻ പേടി സ്വപ്നമായിരുന്ന ഒരു പാമ്പിനെ തകർത്ത് അനേകർക്ക് ആശ്വാസവും സംതൃപ്തിയും നൽകി. അങ്ങനെ ഒരു രാജാവും കുടുംബവും ക്രിസ്ത്യാനികളായി, അനേകർക്ക് രക്ഷയുടെ പ്രത്യാശയുണ്ടായി. അപ്പോൾ അവരിൽ നിന്നെല്ലാം കുടിയേർക്കപ്പെട്ട തിന്മയുടെ ശക്തിയിൽ അടുത്ത ഭരണാധികാരികൾ കയറി ക്രിസ്ത്യാനികളെ ഉപദ്രവിക്കുന്ന പരിപാടി തുടങ്ങിയപ്പോൾ ആ യേശുവിനെ ഞങ്ങൾ മരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് അനേക രക്തസാക്ഷികളാകുവാനിടയായി. ഇന്ന് നമ്മൾ വായിച്ചായിട്ട് തിരുവചനങ്ങളെല്ലാം ഗീവറി സദാ സത്യക്രിസ്ത്യാനിയായി ജീവിച്ച് സത്യക്രിസ്ത്യാനിയാകാനുള്ള ബന്ധപ്പാടിൽ അനേകരെ രക്ഷിക്കുവാൻ, വചനം കൊടുക്കുവാനുള്ള ബന്ധപ്പാടിൽ അസൂയക്കാരായ ശത്രുക്കളുടെ മുമ്പിലും യേശുവിനെ സാക്ഷിച്ചുകൊണ്ട് രക്തം മുഴുവനും യേശുവിന് വേണ്ടി ഒഴുക്കി തൻ്റെ കടം വീട്ടിയെന്നാണ്. യേശുവിൻ്റെ രക്തം മുഴുവൻ നമുക്ക് വേണ്ടി ഒഴുക്കിയതുകൊണ്ട് നമ്മുടെ കടം വീഴണമെങ്കിൽ നമ്മുടെ രക്തവും നമ്മുടെ ജീവിതവും കർത്താവിന് വേണ്ടി കൊടുത്താലേ കടം കുറച്ചെങ്കിലും തീരുള്ളൂ എന്നുള്ള കാര്യം ഓർത്തുകൊണ്ട് നമുക്ക് ആ ഒരു മനോഭാവം വന്നിട്ടുണ്ടോ? യേശുവിനെ അനുഗമിക്കണമെങ്കിൽ നാൾതോറും നമ്മുടെ കുരിശെടുത്ത് കർത്താവിനെ അനുഗമിക്കണമെന്ന് ഇന്ന് നമ്മൾ വായിച്ചു കേട്ടു. നമുക്ക് നാൾതോറും ആവശ്യത്തിന് കുരിശുണ്ടോ? ആ നാൾതോറും കുരിശ് കിട്ടാൻ വേണ്ടി ദൈവവചനപ്രകാരം, ദൈവാത്മാവിൻ്റെ നിയോഗപ്രകാരമാണോ നമ്മൾ ജീവിക്കുന്നത്? ക്രിസ്ത്യാനിയാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, എല്ലാ ദിവസവും കുരിശ് വേണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ നടത്തിപ്പ് കുരിശ് കിട്ടാൻ പറ്റിയ വിധത്തിലായിരിക്കും. കർത്താവിന് താൻ കുരിശിക്കപ്പെട്ടാലേ തൻ്റെ ദൗത്യം പൂർത്തീകരിക്കപ്പെടുമെന്ന് ബോധ്യമുണ്ടായിരുന്നുകൊണ്ട് എല്ലാ ദിവസവും പരിശുദ്ധാത്മാവ് യേശുവിനെ വഴി നടത്തിയത് കുരിശ് കിട്ടാൻ പറ്റിയ വിധത്തിലാണ്. നമ്മളുടെ ആ ആഗ്രഹത്തോടെയാണ് നമ്മുടെ നടത്തിപ്പുകൾ, നമ്മുടെ പോക്കുകൾ, വരവുകൾ. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം 8-ാം അധ്യായത്തിന്റെ 34 മുതൽ 38 വരെയുള്ള ഭാഗത്ത് നമ്മൾ വായിച്ചു കേട്ടത്, എനിക്ക് വേണ്ടി എൻ്റെ സുവിശേഷത്തിന് വേണ്ടി തൻ്റെ ജീവനെ നശിപ്പിക്കുന്നവൻ അത് രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാൽ തൻ്റെ ആത്മാവ് നഷ്ടപ്പെടുത്തിയാൽ അവൻ എന്ത് പ്രയോജനം? അവൻ നിന്റെ ആത്മാവിന് പകരം എന്തു കൊടുക്കും? വഴിപഴിച്ചതും പാവം നിറഞ്ഞതുമായി ഈ തലമുറയിൽ ആരെങ്കിലും എന്നെക്കുറിച്ചും എൻ്റെ വചനങ്ങളെക്കുറിച്ചും ലജ്ജിച്ചാൽ മനുഷ്യപുത്രനും പരിശുദ്ധ മാലാഖമാരുടെ തൻ്റെ പിതാവിൻ്റെ മുഖത്വത്തിൽ വരുമ്പോൾ അവനെക്കുറിച്ച് ലജ്ജിക്കുമെന്നാണ്. കർത്താവ് എന്നും എപ്പം ഇടയിലും ഒരു അസാധ്യതയുണ്ട്. ഇന്ന് കർത്താവ് വരുമ്പോൾ കർത്താവ് നമ്മളെ സാക്ഷിക്കുമോ? നമ്മൾ കർത്താവിനെ സാക്ഷിച്ചാൽ കർത്താവ് വരുമ്പോൾ ഇതെൻ്റെ ആളാണ്, എന്നെ സാക്ഷിച്ച ആളാണ്, എന്നെ അനുഗമിക്കുന്ന ആളാണ് കർത്താവ്, നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ട. എന്നിട്ടാണ് കർത്താവ് കല്യാണത്തിന് കൊണ്ടുപോകുന്നത്. അപ്പോൾ കല്യാണ മണ്ഡപത്തിലേക്ക് നമ്മൾ ആനയിക്കപ്പെടുന്നതിന് മുമ്പ് ഈ ലോകത്തിൽ വെച്ച് അങ്ങനെ ഒരു സാക്ഷ്യം കിട്ടണം.
നമ്മൾ കർത്താവിൻ്റെ കുരിശെടുത്ത് അനുഗമിച്ചവരാണ്. ആ സാക്ഷിയുള്ളവർക്ക് മാത്രമേ കല്യാണ മണ്ഡപത്തിലേക്ക് പ്രവേശിക്കാനൊക്കെ ഉള്ളൂ. ആ ലാഭോടുകൂടി നമ്മൾ വചനം നമ്മുടെ ഹൃദയത്തിലും നമ്മുടെ നെറ്റിയിലും നമ്മുടെ കയ്യിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം മറ്റുള്ളവർ കാണത്തക്ക തരത്തിൽ വെച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യമാണ് പരിശോധിക്കേണ്ടത്. ഇന്നലെ നമ്മൾ വായിച്ചത് ആവർത്തനം 6-ാം അധ്യായത്തിൽ 6ഉം 7ഉം വാക്യങ്ങളിൽ പറഞ്ഞത്, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിന്റെ ഹൃദയത്തിലിരിക്കണം. ഇസ്ഹാക്കിന്റെ ഹൃദയത്തിൽ ആ വചനം ഉണ്ടായിരുന്നതുകൊണ്ട് അപ്പനോടൊപ്പം ബലിപീഠത്തിൽ കയറി കിടക്കാൻ എനിക്ക് സന്തോഷമുണ്ടായി. അങ്ങനെ ദൈവനാമം മഹത്വപ്പെടട്ടെ. അപ്പോൾ ആ ഇസ്ഹാക്കിന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള കാര്യം, അബ്രഹാമിന്റെ കൂടെ ദൈവം ഉണ്ടെന്നുള്ള കാര്യം തെളിഞ്ഞു. ഇന്ന് അവരെ വിശ്വാസികളുടെ വീരന്മാരുടെ പട്ടികയിലായിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിൽ 100% വചനമുണ്ടോ? നമ്മുടെ അടിമനസ്സിൽ വരെ, നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ വചനം എത്തിയിട്ടുണ്ടോ? അതിന് അനേക നാൾ പിടിക്കും. നിത്യം വചനം വായിച്ച് ധ്യാനിച്ച് ആരാധിക്കുമ്പോഴാണ് ഈ നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ എത്തുന്നതെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ അടിത്തട്ട് വരെ വചനം എത്തിയോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി ഇടയ്ക്ക് ടെസ്റ്റുകളും വെക്കും, ഇടയ്ക്കിടയ്ക്ക് പരീക്ഷ ശോധനകൾ നടത്തും. നമ്മുടെ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും വചനമുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് കർത്താവിന് അറിയേണ്ടത്. ഇല്ലെങ്കിൽ പിശാച് കേസ് കൊടുക്കുന്നത് വചനമില്ലാത്ത ഒരു വർത്തമാനം ഇന്നയാളെന്ന് വന്നിരിക്കുന്നു, അപ്പോൾ ആ ആള് അവരെൻ്റേതാണെന്ന് പറഞ്ഞ് കേസ് കൊടുക്കും. അപ്പം നമ്മൾ യേശുവിൻ്റേതാണെന്ന് യേശു സാക്ഷിക്കണമെങ്കിൽ യേശുവിന് പറയണം, അവരെന്നെയാണ് സാക്ഷിക്കുന്നത്, അവരുടെ ഹൃദയം മുഴുവൻ വചനം നിറഞ്ഞിരിക്കുന്നു, അവരെന്നെ സാക്ഷിക്കുന്നു. വചനം പറയുവാനും വചനം കാണിക്കുവാനും വചനം നടപ്പിലാക്കുവാനും അവർ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നു എന്ന് കർത്താവ് നമ്മളെക്കുറിച്ച് സാക്ഷ്യം പറയണം, മറ്റനേകർ സാക്ഷ്യം പറയണം. അത് വേണമെങ്കിൽ ഹൃദയം നിറഞ്ഞ് കവിയുമ്പോൾ അത് വെളിയിലേക്ക് വരുമെന്നുള്ളതാണ് തിരുവചനം പറയുന്നത്. നീ അവയെ നിന്റെ മക്കൾക്ക് ഉപദേശിച്ചു കൊടുക്കണം. അപ്പം മക്കളോടുള്ള സംസാരത്തിൻ്റെ വേളയിൽ നമ്മൾ തിരുവചനങ്ങൾ പറയാറുണ്ടോ? മക്കളോട് എന്തെല്ലാം കാര്യങ്ങൾ പറയുന്നു, ആ കൂടെ തിരുവചനവും നമ്മൾ പറഞ്ഞിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലിരിക്കുമ്പോൾ വചനം പഠിക്കാറുണ്ടോ, പറയാറുണ്ടോ? വഴിയിൽ കൂടി നടക്കുമ്പോൾ വചനം നമ്മൾ കൈകാര്യം ചെയ്യുന്നുണ്ടോ? കിടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെക്കുറിച്ച് സംസാരിക്കാൻ വേണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആരോടെല്ലാം സംസാരിച്ചിരിക്കുന്നു. ഇപ്പോൾ സംസാരിക്കാൻ നല്ല എളുപ്പമാണ്. ഫോണിൽ കൂടെ, മൊബൈൽ ഫോണിൽ കൂടെ ആരോട് വേണേലും എപ്പം വേണേലും എത്ര നേരം വേണേലും വർത്താനം പറയാനുള്ള സൗകര്യം ഇപ്പോൾ ഉണ്ട്. നമ്മൾ ആരോടെല്ലാം ഫോണിൽ സംസാരിച്ചിരിക്കുന്നു, ആരെല്ലാം നമ്മളോട് സംസാരിച്ചു, അതിനകത്ത് വചനം ഉണ്ടായിരുന്നു. പിശാച് കേട്ടുകൊണ്ടിരിക്കുക. നമ്മുടെ ഓരോ വർത്തമാനം പിശാച് ശ്രദ്ധിച്ച് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിനകത്ത് വചനമൊന്നുമില്ലായിരുന്നെങ്കിൽ ഉടനെ പിശാച് കേസ് കൊടുക്കുന്നത്, ഇന്നയാൾ ഇന്നലെ തമ്മിൽ സംസാരിച്ചിരിക്കുന്നു, അതിനകത്ത് വചനമൊന്നുമില്ലായിരുന്നു, വചനത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് അതിനകത്ത് എന്ന് പറഞ്ഞാൽ കേസ് അവിടെ കിടക്കും. ആ കേസ് തീരാതെ നമുക്ക് കല്യാണത്തിന് പോക്ക് നടക്കില്ല, പിടിക്കപ്പെടും, വളർച്ച തടയപ്പെടും, പിശാച് അവകാശം പറയുന്നുള്ള കാര്യം അറിയണം. ഇപ്പം ഗീവറീസ് സാദായുടെ പെരുന്നാൾ ആഘോഷിക്കുന്ന ഇന്ന് ഗീവറീസ് സാദായുടെ ഒപ്പം നോക്കേണ്ട സ്വർഗ്ഗകോടതിയിലേക്ക് പോകാം. ഗീവറീസ് സാദായുടെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും തൻ്റെ ഔദ്യോഗിക ജീവിതത്തിലും തൻ്റെ ദണ്ഡന പീഡനങ്ങളുടെ മധ്യത്തിലെല്ലാം വചനമാണ് വെളിയിലേക്ക് വന്നത്. ഒരു സത്യക്രിസ്ത്യാനിയായി വചനം ധ്യാനിക്കുകയും ആ വചനം ജീവിതത്തിൽ എല്ലായിടത്തും കാണിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിലുള്ള വചനം എവിടെയെല്ലാം ഉണ്ടായിരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 8-ാം വാക്യത്തിൽ അവയെ അടയാളമായി നിന്റെ കൈമേൽ കെട്ടണം. നമ്മുടെ കയ്യിൽ വചനം കെട്ടിയിട്ടുണ്ടോ? വചനം കെട്ടിയ കൈയുടെ പ്രത്യേകത എന്താ? ആ വചനം കിട്ടിയ കൈ കൊണ്ടായിരിക്കും കുരിശ് വരയ്ക്കുന്നത്, ആ കൈ കൊണ്ടാണ് മറ്റുള്ളവരെ സഹായിക്കുന്നത്, ആ വചനം അതാണ് മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നത്. അത് വചനത്തിൻ്റെ നിവൃത്തിക്ക് വേണ്ടി കൈകാലുകൾ നമ്മുടെ അവയവങ്ങളും പ്രയോജനപ്പെടുത്താൽ അതിൽ വചനം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കൈകൾ, നമ്മുടെ നെറ്റിയിൽ, നമ്മുടെ നടപ്പിലെ കിടപ്പിലെല്ലാം വചനം ധ്യാനിക്കുവാനും കൊടുക്കുവാനും കർത്താവ് ആഗ്രഹിക്കുന്നു. ഇതെല്ലാം ഈ വചനം നമ്മൾ അനുസരിക്കുന്നുണ്ടോ എന്ന് പിശാച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിന്റെ കണ്ണിന് മുമ്പേ നെറ്റിപ്പട്ടം പോലെ ഇരിക്കണമെന്നാണ് ഒരു വേർഷൻ. നമുക്ക് ഉത്സവത്തിന്, ആറാട്ടിന്, ഉത്സവത്തിനൊക്കെയും പെരുന്നാളിനൊക്കെ ആനയെ എഴുന്നള്ളിച്ചുകൊണ്ട് വരുമ്പോൾ ആനയുടെ നെറ്റിയിലൊരു പട്ടം, നെറ്റിപ്പട്ടം, മനോഹരമായൊരു പട്ടം കാണാം അല്ലേ? അതുപോലെ വചനം നമ്മുടെ നെറ്റിയിൽ കാണണമെന്നാണ്. അപ്പോൾ നമ്മുടെ നെറ്റിയുടെ ചലനങ്ങൾ വചനപ്രകാരമാണോ? നെറ്റി കൊണ്ട് നമുക്ക് സംസാരിക്കാൻ സാധിക്കും പലതും. നെറ്റിയിൽ കൂടെയും മുഖംകൂടത്തിലൂടെയും നമ്മുടെ സംസാരങ്ങൾ വചനപ്രകാരമാണോ? നമ്മുടെ ഭാവങ്ങൾ, നമ്മുടെ നോട്ടങ്ങൾ, നമ്മുടെ ഇടപെടലുകൾ, നമ്മുടെ പ്രതികരണങ്ങൾ ഇതെല്ലാം വചനം നിറഞ്ഞതായിരിക്കണം എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. എഴുതണമെന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അതാണ്. അപ്പം വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിന്നിട്ട് വേണം അത് സംസാരത്തിൽ വരാൻ.
ആ വചനപ്രകാരം നമ്മുടെ അവയവങ്ങൾ ചലിക്കപ്പെട്ടാൽ അത് കർത്താവിനെ സാക്ഷിക്കുന്നതായിരിക്കും. ഗീവറീസയുടെ ഓരോ ചലനങ്ങളും കർത്താവിനെ സാക്ഷിക്കുന്നതായിരുന്നു. ഗീവറീസയുടെ കൈകൊണ്ട് കുന്തം കൊണ്ട് ഒരു പാമ്പിനെ കുത്തിക്കൊല്ലുന്ന രംഗമാണ് നമ്മൾ ഗീവറീസയുടെ പടത്തിനകത്ത് കാണുന്നത്. നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും കൊല്ലേണ്ടതായ പാമ്പുകളുണ്ടെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കും. എല്ലാ വിശുദ്ധ കുർബാനയും പാമ്പിനെയും തേളിനെയും കൊല്ലാനുള്ള യുദ്ധമാണ്. കുർബാന തക്സായിൽ അങ്ങനെ ഒരു പ്രാർത്ഥനയുണ്ട്. എല്ലാ കുർബാനയും പാമ്പിനെയും തേളിനെയും ചവിട്ടാനും കുത്താനും കൊല്ലാനും ഒക്കെ ഉള്ള അവസരമാണ്. അതിൻ്റെ അർത്ഥം എന്താ? പാമ്പും തേളും ധാരാളം പള്ളികളിൽ വളരുന്നുണ്ടെന്നാണ് എൻ്റെ അർത്ഥം. എല്ലാ വീട്ടിലും പാമ്പും തേളും വളരുന്നുണ്ട്. ഓരോ കുർബാനയിലും വളരുന്നതിനെ കൊന്നുകൊണ്ടിരിക്കണം. അതിനെ കൊന്നില്ലെങ്കിൽ അത് വെളുത്ത് അത് നമ്മളെ വിഴുങ്ങാനും കൊത്താനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് പാമ്പുകളുടെയും തേളുകളുടെ മേലുള്ള അധികാരം കൊടുത്താണ് ശിഷ്യന്മാരെ കർത്താവ് സുവിശേഷകരെ വേലയ്ക്കായിട്ട് പറഞ്ഞയച്ചത്. ആ സുവിശേഷ വേല തന്നെയാണ് വിശുദ്ധ കുർബാനയിൽ നടക്കുന്നത്. ഒരു പുരോഹിതൻ അംശവസ്ത്രങ്ങൾ ധരിക്കുന്ന കൂട്ടത്തിൽ ചെരുപ്പിടുമ്പോഴത്തെ ഒരു പ്രാർത്ഥനയാണ്. നിങ്ങൾ കേൾക്കാറില്ല. ചുമ്മാതെ ചെരുപ്പം ഇടുകയല്ല, പ്രാർത്ഥിച്ചുകൊണ്ടാണ് ചെരുപ്പിടുന്നത്. ആ ചെരുപ്പിടുന്ന സമയത്തെ ഇടത്തുകാലിലെ ചെരുപ്പാണ് ആദ്യം ഇടുന്നത്. ഇടത്തുകാലിലെ ചെരുപ്പിട്ടുകൊണ്ടുള്ള പ്രാർത്ഥന പാമ്പുകളെയും തേളുകളെയും ചവിട്ടാനുള്ള അവിടുത്തെ കൽപ്പന പ്രകാരം എൻ്റെ കാലുകൾ പാമ്പിനെയും തേളിനെയും ചവിട്ടാനുള്ള ശക്തിയുള്ളതാക്കി തീർക്കണമെന്ന് പറഞ്ഞാണ് ഇടത്തുകാലിൽ ചെരുപ്പിടുന്നത്. വലത്തുകാലിലെ ചെരുപ്പിടുമ്പോൾ പറയുന്ന പാമ്പിനും തേളിനും തീറ്റയായിട്ട് പല കാര്യം നമ്മുടെ ജീവിതത്തിലുണ്ട്. അത് വളരുന്നത് സങ്കല്പങ്ങൾ, വിചാരങ്ങൾ, ഉയർച്ചകൾ മുതലായവ ഇടിച്ചു തകർത്ത് ക്രിസ്തുവിനോട് നമ്മുടെ ഹൃദയത്തെ ഏകാഗ്രതപ്പെടുത്തിയില്ലെങ്കിൽ അത് പാമ്പും തേലും വളരാനുള്ള വേദിയായി നമ്മുടെ ജീവിതം മാറും. അതുകൊണ്ട് പാമ്പും തേളും ഉണ്ടായതെങ്ങനെയാണ്? ജഡമോഹം, കൺമോഹം, ജീവിതത്തിൻ്റെ പ്രതാപം ഇവയ്ക്ക് വേണ്ടി നമ്മൾ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുമ്പോൾ പാമ്പും തേളും വളരുകയാണ്. ഇത് നമ്മളുടെ ജീവിതത്തിൽ അറിയാതെ നടക്കുന്നുള്ളതുകൊണ്ട് എല്ലാ കുർബാനയ്ക്കും പാമ്പും തേളും ചവിട്ടപ്പെടാനുണ്ട്. എല്ലാ ദിവസവും പാമ്പും തേളും വളരുന്നുള്ളതുകൊണ്ട് എല്ലാ ദിവസവും കുർബാനയുള്ളിടത്തും ഈ ചെരുപ്പടിയിലും പ്രാർത്ഥനയുണ്ട്. അപ്പം നമ്മൾ വളർത്തിയ പാമ്പിനെയും തേളിനെയും കൊണ്ടാണ് പള്ളിയിൽ വരുന്നത്. പുരോഹിതൻ ഈ സമാധാന സുവിശേഷത്തിനുള്ളതായ ഒരുക്കത്തിൻ്റെ ആ ചെരുപ്പ് കാലിൽ ഇട്ടുകൊണ്ട് യുദ്ധത്തിൽ അതിനെ ചവിട്ടി മെതിച്ച് സമാധാനത്തോടെ പോക്കോളാൻ പറയുക. അപ്പോൾ സമാധാനം നഷ്ടപ്പെട്ടെങ്കിൽ അതിൻ്റെ അർത്ഥം പാമ്പും തേളും ചത്തില്ലെന്നാണ്. ഇത്രയും നാളായിട്ടും പള്ളിയിൽ പോയിട്ടും വന്നിട്ടും പ്രാർത്ഥിച്ചിട്ടും സമാധാനമില്ലെങ്കിൽ, സ്വസ്ഥതയില്ലെങ്കിൽ, വചനം നമ്മുടെ വായിക്കൂടെ വരുന്നില്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ എവിടെയോ പാമ്പും തേളും ഒളിച്ചിരിപ്പുണ്ട്. പാമ്പിനും തേളിനും ഒളിച്ചിരിക്കാനുള്ള പഴുതുകൾ നമ്മുടെ ഹൃദയത്തിലുണ്ട്. അതിനെ എല്ലാ ദിവസവും തകർത്ത് അവിടെ പരിശുദ്ധാത്മാവിൻ്റെ കുടിയിരിപ്പിൻ്റെ ഭവനമായി മാറിയാൽ വചനം മുഴുവനും നമുക്ക് ധ്യാനിക്കാൻ സാധിക്കും. വചനം മുഴുവനും നമുക്ക് ആത്മഫലമായി അനേകർക്ക് കൊടുക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഗീവറീസ് സദായുടെ ഹൃദയവും അവയവങ്ങളും നെറ്റിത്തടങ്ങളും എല്ലാം വചനം കൊണ്ട് നിറഞ്ഞിരുന്നുകൊണ്ട് തനിക്ക് നന്മയാൽ തിന്മയെ ജയിക്കുന്ന യുദ്ധത്തിൽ വിജയം കിട്ടി. ആ വിജയം നമുക്കും തരാൻ വേണ്ടി ആ ഗീവറീസ് സദാ ഇവിടെയും വന്നിരിക്കുന്നു. ഗീവറീസ് സദായുടെ നാമത്തിൽ ഇപ്പോൾ ധൂപം വയ്ക്കുകയാണ്. ആ ഗീവറീസ് സദായുടെ ആ അനുഭവം നമ്മുടേതായി തീരുവാൻ, നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ കുരിശെടുത്ത് യേശുവിനെ അനുഭവിക്കാൻ സാധിക്കാതെ നമ്മൾ പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യേശുവിനെ സാക്ഷിക്കുവാൻ നമുക്ക് സാധിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾക്ക് ആ കാര്യം നമുക്ക് കർത്താവിനോട് ക്ഷമ ചോദിച്ചുകൊണ്ട് നമ്മുടെ യേശുവിനെ സാക്ഷിക്കുന്നതിൽ നമുക്ക് ലജ്ജയുണ്ടെങ്കിൽ നമ്മൾ യേശുവിൻ്റെ വരവെങ്കിൽ ലജ്ജിക്കപ്പെടുമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം ആരെങ്കിലും എന്നെ പ്രതിയോ എൻ്റെ വചനങ്ങളെ പ്രതിയോ നാണിച്ചാൽ, വചനം പറയാനോ വചനം സാക്ഷിക്കാനോ നാണിച്ചാൽ കർത്താവിൻ്റെ വരവെങ്കിൽ നമ്മൾ നാണിക്കേണ്ടി വരും. നമ്മൾ നാണിക്കാതിരിക്കണമെങ്കിൽ ഫോൺ വിളിച്ചാലും വീട്ടിൽ പോയാലും വന്നാലും ഇറങ്ങിയാലെല്ലാം വചനത്തോടുകൂടിയ ഇടപെടലായിരിക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പിശാചിനെ തോൽപ്പിക്കാൻ സാധിക്കൂ എന്നുള്ളത്. അതുകൊണ്ട് കഴിഞ്ഞ കാല ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കുരിശുണ്ടാകാൻ വേണ്ടി നമ്മളെ ദുഷിക്കുവാൻ തക്കവണ്ണം പിശാച് പലരോടും പല കാര്യങ്ങളും കള്ളമായിട്ട് പറയാൻ സാധ്യതയുണ്ട്. വഴിയും സത്യവും ജീവനുമായ യേശു വഞ്ചകനാണെന്ന് പലരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കർത്താവിനെ വഞ്ചകനെന്ന് കുരിശിക്കാനത്തത്. ദൈവം തമ്പുരാനെ മനുഷ്യനായി ഭൂമിയിൽ വന്നിട്ട് ആ യേശുവിനെ വഞ്ചകനെന്ന് പറഞ്ഞ് കുരിശിക്കാൻ സാധിച്ചത് സത്യമായ ദൈവത്തെ അസത്യമായി കാണിച്ചു കൊടുക്കാൻ കഴിവുള്ളവനാണ് പിശാച്. അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ സ്വന്തം വിവേകത്തിൽ ഊന്നരുതെന്നാണ് പറയുന്നത്. എന്താ കാരണം? ഈ ലോകത്ത് നമുക്ക് കുരിശ് ആവശ്യമായതുകൊണ്ട് ദൈവം തന്നെ നമ്മളെ മറയ്ക്കും. അപ്പോൾ അപവാദം പറയാനാ. അപ്പോൾ നമ്മളത് കുരിശായിട്ട് സ്വീകരിക്കുമോ എന്നുള്ളതാണ് വിചാരം. അതുകൊണ്ട് കുരിശുമായിട്ട് ഈ ലോകത്തിൽ അത്യാവശ്യമാണ്.
യേശുവിൻ്റെ വരവ് വരെയും കുരിശുമായിട്ട് ഓടിയെങ്കിൽ മാത്രമേ എല്ലാവർക്കും ഓരോ കുരിശെങ്കിലും കിട്ടുള്ളൂ. റമ്പാച്ചന്മാർക്ക് 15 കുരിശും അല്ലാത്തവർക്ക് ഒരെണ്ണെങ്കിലും വേണമെങ്കിൽ എന്തുമാത്രം കുരിശ് വേണം, എന്നും എല്ലാവർക്കും ഓരോ കുരിശ് എങ്കിലും വേണമെങ്കിൽ എന്തുമാത്രം കുരിശുണ്ടാക്കിയാലൊക്കെ രാത്രിയും പോലെ 3 ഷിഫ്റ്റിൽ കുരിശ് ഫാക്ടറി ഓടിയാലേ കാര്യം നടക്കുകയുള്ളൂ. അത് ഒരു ഷിഫ്റ്റിന് എത്ര മണിക്കൂറാണ്? 8 മണിക്കൂർ. അപ്പം 3 ഷിഫ്റ്റിൽ ആൾ മാറി മാറി ചെയ്തെങ്കിലേ ഈ കുരിശ് ഒത്തു കിട്ടുകയുള്ളൂ. അതിന് പറ്റിയ വിധത്തിലാണ് കർത്താവ് ഈ ഭൂമിയെ സൃഷ്ടിച്ചിരിക്കുന്നത്. ഈ കാര്യം അറിഞ്ഞിരിക്കണം. അപ്പോൾ എല്ലാ ദിവസവും നിങ്ങൾ അതിരാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കും, കർത്താവ് ഇന്നത്തെ എനിക്ക് കുരിശ് കിട്ടാൻ പറ്റിയ വിധത്തിൽ എന്നെ ആരും മനസ്സിലാക്കരുത്, എന്നെ കളിയാക്കണം, പരിഹസിക്കണം, കള്ളിയാന്ന് പറയണം, വഞ്ചകനാന്ന് പറയണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടുണ്ടെന്നുണ്ടായിരിക്കും. എങ്കിലേ അന്നത്തെ കുരിശ് ഒത്തു കിട്ടുകയുള്ളൂ. അപ്പോൾ അങ്ങനെ യേശു അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിറങ്ങി, എനിക്ക് ഇന്നത്തെ കുരിശ് കിട്ടണം. അപ്പോൾ യേശുവിന് ആ പ്രാർത്ഥനയുടെ മറുപടിയായിട്ടാണ് കർത്താവിനെ വഞ്ചകനെന്നും കള്ളനാണെന്നും കൊള്ളരുതാത്തവനാണെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി കിട്ടിയപ്പോൾ അത് സന്തോഷത്തോടെ സ്തോത്രം പറയാൻ മലയിലേക്ക് പോകുമായിരുന്നു. കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചതിന് ശേഷം ഇതിപ്പം മിണ്ടണ്ട ആരോടും. കാരണം എനിക്ക് കുരിശ് കിട്ടണമെങ്കിൽ ഇത് കാര്യം മറ്റുള്ളവർ മനസ്സിലാക്കാൻ പാടില്ല. കുരിശ് മുഴുവൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ ഉയർത്തുന്നതിന് ശേഷം ഇതൊക്കെ പറഞ്ഞാൽ മതി എന്നാണ്. അപ്പോൾ നമുക്ക് കുരിശ് കിട്ടാൻ വേണ്ടി ദൈവം തമ്പുരാൻ തന്നെ പലതും മറയ്ക്കും. നല്ല വശങ്ങൾ മറയ്ക്കും, ചീത്ത വശങ്ങൾ ഉണ്ടെന്ന് തോന്നത്തക്ക തരത്തിൽ കാര്യങ്ങൾ അവർക്ക് തോന്നിപ്പിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിൽ നിനക്ക് തന്നെ ജ്ഞാനിയായി തോന്നരുത്, സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. നമ്മുടെ ചിന്തയനുസരിച്ച് ഒരാൾ ചീത്തയാണ്, കൊള്ളരുതാത്താന്നൊക്കെ തോന്നാം. അത് പറഞ്ഞേക്കരുത്. അത് ദൈവികമാണോ, അത് ശരിയാണെന്നുള്ള ദൈവത്തിനെ അറിയാവൂ. കുരിശുമാറ്റി ഓടാൻ വേണ്ടി കാണോ അതാണ് എനിക്ക് വന്നത്. അങ്ങനെ നമ്മൾക്ക് തോന്നുന്ന അഭിപ്രായപ്രകാരം ആരെങ്കിലും ആരോപിക്കാൻ നമുക്ക് തോന്നുമ്പോൾ ഫിലിപ്പിയർ 2-ാം അധ്യായം അന്നേരം ഓർക്കണം, എല്ലാവരെയും ശ്രേഷ്ഠരായിട്ട് എണ്ണണം. അപ്പോൾ ആരെങ്കിലും കുറ്റക്കാരിയാണെന്ന് പറയാൻ തോന്നുമ്പോൾ ഈ വചനം ഓടി വരണവേ, ദൈവം പറഞ്ഞിരിക്കുന്ന എല്ലാവരും ശ്രേഷ്ഠരായിട്ട് എണ്ണാണല്ലേ, അപ്പോൾ എങ്ങനെയാണ് കുറ്റം പറയുന്നത്? അത് ഓർക്കാതെ പറഞ്ഞാൽ കുരിശ് ഫാക്ടറിയിൽ ഒരാൾ കുരിശുണ്ടാക്കി. അപ്പോൾ ക്രിസ്ത്യാനിക്ക് നേട്ടമാണ്, പക്ഷേ കുരിശുണ്ടാക്കിയവർക്ക് ശാപം വരികയും ചെയ്യും. അപ്പോൾ കുരിശ് ഫാക്ടറിയിൽ ജോലി കിട്ടിയാലുള്ള കുഴപ്പം ശമ്പളം ശാപമാണ്. കുരിശ് കിട്ടിയാലുള്ള ഗുണം കിരീടം നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് കിരീടം വേണമെങ്കിൽ എല്ലാവരും നമ്മളെ തെറ്റിദ്ധരിക്കണം, ആരും നമ്മളെ മനസ്സിലാക്കണം. എൻ്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ പകയ്ക്കണമെങ്കിൽ അതിന് കാര്യം വേണ്ടത്. പക തോന്നാത്ത തരത്തിൽ കാര്യങ്ങളെ അവതരിപ്പിക്കാൻ പിശാചിനോട് ദൈവം പറയും, നീ അവനെ ചെളിയ വാരി എറിഞ്ഞു, നീ ഇതൊക്കെ പറഞ്ഞു എന്ന് പറയും. അപ്പോൾ പിശാചിൻ്റെ ലൗഡ് സ്പീക്കറായിട്ട് നമ്മൾ മാറിയാൽ നമ്മൾ കുരിശ് ഫാക്ടറിയിലായിരിക്കും ജോലി. അനേകർ രക്ഷപ്പെട്ട് കുരിശെടുത്ത് കിരീടം പ്രാപിച്ചും പോവുകയും ചെയ്യും. ഇത് രണ്ടും സംഭവിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് കുരിശ് ഫാക്ടറിയിൽ കുരിശ് വഹിക്കുവാനോ കുരിശ് താങ്ങാനല്ലാതെ കുരിശുണ്ടാക്കാൻ ഇടയാകരുതെന്ന് പറഞ്ഞു. പരിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാൻ മുഖാന്തരം ആർക്കും കുരിശുണ്ടാകരുത്. ഞാൻ മുഖാന്തരം ആരുടെയെങ്കിലും കുരിശ് ഞാൻ താങ്ങിക്കൊടുക്കാം, ഞാൻ മുഖാന്തരം ആ കുരിശിന് ചൂടിപ്പോയി നിന്ന് കൊടുക്കാം എന്നല്ലാതെ ഞാൻ മുഖാന്തരം ആർക്കും കുരിശുണ്ടാകല്ലേ എന്ന് പറയണമെങ്കിൽ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. സകലവും കർത്താവിനോട് ചോദിച്ച് കൃപയുപ്പുള്ള വാക്ക് മാത്രമേ പറയാവൂ. എന്തോ തോന്നിയാലും എന്താ പറഞ്ഞാലും കർത്താവെ അത് നിന്റെ നാമമഹത്വത്തിലാണ്, വചനപ്രകാരമായിരിക്കണം. ഇന്ന വചനപ്രകാരം ഇങ്ങനെ കാര്യം സംഭവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് വചനപ്രകാരം പ്രകീർത്തിച്ചാലേ നമുക്ക് ക്രിസ്ത്യാനിയാകാനൊക്കെ ഉള്ളൂ. വിശുദ്ധന്മാർ ശുദ്ധികളിൽ അങ്ങനെ കുരിശ് ചോദിച്ചു വാങ്ങിച്ചവരാണ്. കുരിശിൻ്റെ അവരെ ആരെയും പഴിച്ചില്ല, ദുഷിച്ചില്ല, എല്ലാവർക്കും നന്ദി പറഞ്ഞു. കുരിശുണ്ടാക്കിയവർക്ക് നന്ദി പറഞ്ഞ് അവരെ അനുഗ്രഹിച്ചിട്ടാണ് പോയത്. അപ്പോൾ നമ്മൾ ശത്രുക്കളായിരുന്നപ്പോഴാണ് പിതാവായ ദൈവം നമ്മളെ സ്നേഹിച്ചത്. ആ പിതാവിൻ്റെ സ്നേഹം കാണിക്കണമെങ്കിൽ നമ്മൾക്കും ആരിലും ശത്രുവാണെന്ന് കൊള്ളില്ലാത്തതാണെന്ന് തോന്നണം. അപ്പോഴും നമ്മൾ അവരെ സ്നേഹിക്കുന്നതും അവരെ നന്മ ആഗ്രഹിക്കുന്നതും അവരെ ശ്രേഷ്ഠമായിട്ടുണ്ടെന്ന് തെളിയിക്കാമെങ്കിൽ നമുക്ക് ക്രിസ്ത്യാനികളുടെ കൂട്ടത്തിൽ, വിശുദ്ധന്മാരുടെ ശുദ്ധികളുടെ കൂട്ടത്തിലാകാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവിനെ അനുഗമിക്കുന്നതിൽ, ഹൃദയം വചനം കൊണ്ട് നിറയ്ക്കുന്നതിൽ, ആ വചനം നമ്മുടെ കയ്യിലും കാലിലും നെറ്റിയിലും നമ്മുടെ വീട്ടിലും എല്ലാം മറ്റുള്ളവർ കണ്ടെത്തി നമ്മൾ കർത്താവിൻ്റെ മക്കളാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഇതായ കൃപായുഗം ഇന്നും കൂടെ നീട്ടി തന്നിരിക്കുന്നുണ്ട്. ഈ കൃപായുഗത്തിൽ എല്ലാവരെയും ശ്രേഷ്ഠമായിട്ട് എണ്ണി, എല്ലാവരുടെയും നല്ല വശങ്ങൾ കണ്ട് അവരെ അഭിനന്ദിച്ച്, ഒരു നന്മയും കണ്ടില്ലേ നാളെയെങ്കിലും അവർ നല്ലവരാകും എന്നുള്ള വിചാരത്തിൽ കർത്താവിൻ്റെ മനോഭാവത്തിൽ എല്ലാവരെയും നേടിയെടുക്കുവാൻ ഈവറീസതായ പോലെ നമ്മുടെ ജീവനും ജീവിതവും മരണവും ഉയർപ്പും എല്ലാം അനേകരെ യേശുവിൻ്റെ പക്ഷത്താക്കുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇപ്പോൾ ധൂപപ്രാർത്ഥന നടത്തുകയാണ്. പെരുന്നാൾ ആഘോഷിച്ചിരിക്കുന്ന ദിവസത്തിൽ ഈവറീസതായ രക്തത്തിനും അസ്ഥിക്കും നമ്മളോട് എന്തൊക്കെയാണ് പറയാനുള്ളത്? നമ്മുടെ അഭിഷേകം ജ്വലിപ്പിച്ചിട്ട് അഭിഷേകത്തിന് നമുക്ക് ആ സന്ദേശം പിടിച്ചെടുക്കാൻ കഴിഞ്ഞോ? നമ്മുടെ കഴിഞ്ഞകാല ജീവിതത്തിൽ യേശുവിനെ നമുക്ക് സാക്ഷിക്കാൻ സാധിച്ചോ? യേശുവിനെ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവർ കണ്ടോ? ഹൃദയം നിറച്ച് വചനമാണെങ്കിൽ
അത് നിറഞ്ഞ കവിയുന്നതായിരിക്കും വാ തുറക്കുന്നത്. നമ്മൾ പല പ്രാവശ്യം വാ തുറന്നിട്ടുണ്ട് പല കാര്യത്തിന് വേണ്ടി. ഭക്ഷണം കഴിക്കാൻ വാ തുറന്നിട്ടുണ്ട്, തുപ്പാൻ വാ തുറന്നിട്ടുണ്ട്, വർത്തമാനം പറയാനും വാ തുറന്നിട്ടുണ്ട്. ഇതിലേതാ സംഭവിച്ചിരിക്കുന്നത്? ഒരേ വായിൽ നിന്ന് നല്ലതും ചീത്തയും വരാൻ സാധ്യതയുണ്ട്. നമ്മൾ യേശുവിനെ സാക്ഷിക്കാനാണോ വചനം പറയാനാണോ തിരുവചനം നമ്മുടെ നാവ് ഉപയോഗിച്ചത്? അത് ആരെങ്കിലും തേജോവധം ചെയ്യാനാണോ? അത് പിശാചിൻ്റെ കെണിയിൽ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ പിശാചിൻ്റെ ലൗഡ് സ്പീക്കറായിട്ട് നമ്മൾ മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എൻ്റെ നാമം നിമിത്തം സകലരും നിങ്ങളെ പഴിക്കുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിർത്തുക. ഗിരിപ്രഭാഷത്തിൽ പറയാൻ കാരണം എന്താണ്? ഈ ലോകത്തിൻ്റെ പ്രഭുവായ പിശാച് പലരുടെയും നാവ് ലൗഡ് സ്പീക്കറായിട്ട് തട്ടിയെടുക്കും. എന്നിട്ട് ദൈവമക്കളെ പരിഹസിക്കും. അത് ഭാഗ്യം നമുക്ക് തരാൻ വേണ്ടി ദൈവം നിങ്ങൾ ചെയ്തോളാൻ പറയും. അപ്പോൾ ആ കാര്യം നമ്മൾ ഓർക്കുക എന്നുള്ളതാണ്. ആരെങ്കിലും നമ്മുടെ നേരെ നിർവചനം പറയുമ്പോൾ ഗിരിപ്രഭാഷണത്തിലെ വചനം നിവൃത്തിയായാലോ അല്ലെങ്കിൽ അന്ന് തുള്ളിച്ചാടിയിട്ടുണ്ടോ? തുള്ളിച്ചാടണമെന്നാണ് പറഞ്ഞത്. അതിപ്പോൾ എങ്ങനെയാണ്? അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥന മുറി തുള്ളിച്ചാടാൻ സ്ഥലമുണ്ടോ? അപ്പോൾ എൻ്റെ നാമനിമിത്തം ദുർവചനം ആരെങ്കിലും പറയാം, യേശുവിൻ്റെ നാമനിമിത്തമാണത് കിട്ടിയതെങ്കിൽ മറ്റാരും കാണണ്ട, കുടിശ്ശിക ദിവസം തുള്ളിച്ചാടിയേക്കണം കേട്ടോ. അപ്പോൾ അതിന് പ്രാർത്ഥന മുറി കഥമൊക്കെ അടച്ചിട്ട് കയറി പ്രാർത്ഥിച്ചിട്ട് ഈ വചനം നിവൃത്തിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് തുള്ളിച്ചാടണം. അപ്പോൾ നമ്മുടെ അകത്ത് യേശു ഒന്നുകൂടെ വളരുമെന്നുള്ള പറയും. അപ്പോൾ എൻ്റെ നാമം സകലരും നിങ്ങളെ അത് പ്രവാചകന്മാർക്ക് ഇത് ലഭിച്ചിരിക്കുമെന്നാണ് പറയും. പ്രവാചകന്മാർക്കെല്ലാം ഇത് കിട്ടിയിരിക്കും. കാരണം പ്രവാചകന്മാർ ദൈവം പൊതിഞ്ഞു വെക്കും. അവരാർക്കും മനസ്സിലാകുകയില്ല. അവരെവിടുന്ന് രക്തസാക്ഷികളായി പോകണം, അവർ തേജോവധം ചെയ്യപ്പെട്ടു പോകണം, അവർക്ക് സ്വർഗത്തിൽ ഒത്തിരി പ്രതിഫലം കൊടുക്കണമെങ്കിൽ ദുർവചനം കേൾക്കണ്ടേ? ദുർവചനം കേൾക്കണമെങ്കിൽ ദുർവചനം പറയാനും പറയിക്കാൻ ആൾ വേണ്ടേ? അതുകൊണ്ട് കർത്താവ് ഇങ്ങനെയൊരു കാര്യം ലോകത്തിൽ കിടക്കുന്നുണ്ട്. എൻ്റെ നാവ് ഒരിക്കലും ആരെയും തേജോവധം ചെയ്യാൻ ഞാൻ വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തെ സ്തുതിക്കാനല്ലാതെ ഞാനിത് ദൈവത്തിൻ്റെ വചനം പറയാനല്ലാതെ അതിനെ ഉപയോഗിക്കാൻ ഒരു ദൃഢനിശ്ചയം എടുക്കാമെങ്കിൽ നമുക്ക് കുരിശ് ഫാക്ടറിയിൽ ജോലി കിട്ടുകയില്ല. അല്ലെ കുരിശ് ഫാക്ടറിയിലായിരിക്കും പണി. ആ ഗതികേട് വരാതിരിക്കാൻ നമുക്ക് പ്രാർത്ഥിക്കണം. അപ്പോൾ നമ്മുടെ ഗിവറി സദായിക്ക് തൻ്റെ എല്ലാ നീക്കങ്ങളിലും വചനം കാണിക്കാൻ സാധിച്ചു, വചനം സാക്ഷിക്കാൻ സാധിച്ചു എന്നുള്ളത് മാതൃകാപരമായ കാര്യമാണ്. നമ്മുടെ കഴിഞ്ഞ കാല ജീവിതത്തിൽ കർത്താവ് ഇപ്പോൾ പറയണ്ടെന്ന് പറഞ്ഞ കാര്യങ്ങൾ പറയാതെ വെച്ചിട്ടുണ്ടോ? പറയാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ? കൊലോസ്യർ 4-ാം അധ്യായത്തിൽ പറയുന്നത് നമ്മുടെ വാക്കിന് കൃപയും ഉപ്പും ഉണ്ടായിരിക്കണമെന്നാണ്. വചനം നിറഞ്ഞിരിക്കുന്ന ഹൃദയത്തിൽ നിന്ന് വരുന്ന വചനം ഹൃദയം നിറഞ്ഞു കവിയുമ്പോൾ വാ തുറന്നാൽ വരുന്നത് വാക്കുകൾക്ക് കൃപയും കാണും ഉപ്പും കാണും. കൃപ വേണമെങ്കിൽ യേശുവിനെ അക്ഷയമായി സ്നേഹിക്കുന്ന ഹൃദയം വേണം. അക്ഷയമായ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് മാത്രമേ കൃപ കിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ വാക്കുകളിൽ നമ്മുടെ ഇടപെടലുകളിൽ കൃപ കിട്ടാനായിട്ട് അക്ഷയ സ്നേഹം നിറഞ്ഞ് ദൈവ വചനം തിങ്ങി വെങ്ങിയിട്ട് അത് മറ്റുള്ളവരിലേക്ക് കവിഞ്ഞൊഴുകിയിട്ട് അത് അവരും വചനം കേട്ട് വിശ്വാസികളായി രക്ഷപ്പെട്ട് ആത്മീയവർദ്ധന വരുവാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഉപ്പ് വേണമെങ്കിൽ ദൈവസ്നേഹത്തിൻ്റെ അഗ്നി വേണം. ദൈവസ്നേഹത്തിൻ്റെ അഗ്നിയിൽ നിന്നാണ് വാക്കുകളിൽ ഉപ്പ് കിട്ടുന്നതെന്നുള്ള കാര്യം മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായത്തിൻ്റെ 50-ാമത്തെ വാക്യത്തിലുണ്ട്. 49-50 വാക്യത്തിൽ തീ കൊണ്ട് കിട്ടുന്ന ഒരു ഉപ്പുണ്ട്. അത് പരിശുദ്ധാത്മാവിൻ്റെ തീയാണ്. പരിശുദ്ധാത്മാവിൻ്റെ തീയിൽ നിന്ന് ഉപ്പുണ്ടായിരുന്ന വാക്കുകൾ പത്രോസ്ലീഹ പെന്തിക്കോസ്തി പെരുന്നാൾ പ്രസംഗിച്ചപ്പോൾ 3000 പേർക്ക് അത് രക്ഷാകരമായി തീർന്നു. അപ്പം നമ്മുടെ വാക്കുകൾ മറ്റുള്ളവർക്ക് രക്ഷാകരമായി തീരണം, മറ്റുള്ളവരുടെ അനുതാപത്തിനും വീണ്ടെടുപ്പിനുമായി തീരണം. പത്രോസിൻ്റെ വചനം കേട്ടപ്പോൾ അവരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ട് അയ്യോ ഞങ്ങൾ പാപികളാണല്ലോ, ഞങ്ങൾക്ക് രക്ഷപ്പെടണമല്ലോ, ഞങ്ങൾ രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം എന്നൊക്കെ ചോദിച്ചപ്പോൾ നിങ്ങൾ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് സ്നാനമേൽക്കാൻ പറഞ്ഞു. അവർ അന്നേരേ സ്നാനമേറ്റു. അപ്പോൾ തന്നെ അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലായി. അവർക്ക് പുതിയ ഹൃദയം കിട്ടി, പുതിയ മനസാക്ഷി കിട്ടാനുള്ള ശുദ്ധീകരണവും നടന്നു. നമ്മുടെ മാമോദിസയിൽ ഇത് തുടങ്ങിയതാണ്. അത് പൂർത്തീകരിക്കാൻ നമ്മൾ വചനവായന തുടരുന്നു എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഇപ്പോൾ കൃപയും ഉപ്പും ഇല്ലാത്ത വാക്കുകൾ മുറിവുണ്ടാക്കും. ആ മുറിവ് പഴുത്ത് വ്രണമാക്കാൻ സാധ്യതയുണ്ട്. ദൈവം അതിനപ്രകാരം സംസാരിച്ചാൽ ചിലർക്ക് മുറിവുണ്ടാകാൻ സാധ്യതയുണ്ട്. പത്രോസ് ദൈവാത്മാവിലാണ് പ്രസംഗിച്ചത്. കേട്ടവരുടെ മനസ്സ് മുറിഞ്ഞുപോയി. പക്ഷേ ആ മുറിവ് കൃപയുപ്പമുള്ള വാക്കായിരുന്നതുകൊണ്ട് അത് പഴുത്തില്ല, വ്രണമായില്ല. അത് കർത്താവിന് മുളയൊട്ടിക്കാനായിട്ട് ആ മുറിവിനെ അന്നേരം തന്നെ ഉപയോഗിച്ചു. അപ്പോൾ മുറിവുകൾ ഉണ്ടാക്കാൻ ദൈവം മുൻകൈ എടുക്കും. മുറിവ് ഏൽപ്പിക്കുകയും മുറി കെട്ടുകയും ചെയ്യും, ചതയ്ക്കുകയും പൊറുപ്പിക്കുകയും ചെയ്യുന്നുള്ള ആ ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 17 തൊട്ടുള്ളതായ ഭാഗ്യവും നമുക്ക് കിട്ടാൻ കർത്താവും കൂടെ മുൻകൈ എടുത്ത് പലരെ കൊണ്ട് നമ്മളെ മുറിവേൽപ്പിക്കും, ചതയ്പ്പിക്കും. അന്നേരം ഈ വചനം ഓർത്തുകൊണ്ട് കർത്താവും കൂടെ കൂടിയായി പണി ചെയ്യുന്നത്. അത് എൻ്റെ ഹൃദയത്തിൽ കർത്താവിൻ്റെ മുളയൊട്ടിക്കാനും ചതവുകൾ കീറി ശുദ്ധിയായിച്ചിട്ട് വലിയ കമ്പുകളും കൊമ്പുകളും എല്ലാം ഗ്രാഫ്റ്റ് ചെയ്യാനുമാണ് ദൈവം ഇത് അനുവദിച്ചതാണ്. മുറിവേൽപ്പിച്ച ആൾ തന്നെ മുറി കെട്ടിക്കോളും. അത് ഫലം പുറപ്പെടുവിക്കുന്ന വൃക്ഷമാകാനാണെന്ന് വിചാരിച്ച് നന്ദി പറയാൻ സാധിക്കും. ഈ കാര്യങ്ങളെല്ലാം ഗ്രഹിക്കുന്നവർക്ക്
എല്ലാ സംഭവങ്ങൾക്കും എല്ലാത്തിനും സ്തോത്രം പറയാൻ സാധിക്കും, എല്ലാത്തിനും നന്ദി പറയാൻ സാധിക്കും, എല്ലാത്തിലും സന്തോഷിക്കാൻ സാധിക്കും എന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. ഈ വചനങ്ങൾ നമുക്ക് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമേ, ഈ നല്ല ദിവസത്തിനായി നന്ദി പറയുന്നു. ഞങ്ങളെല്ലാവരും പ്രവാചകരായി പ്രവാചകിമാരായി നീ സൃഷ്ടിച്ചിരിക്കുന്നതിനാണ് നന്ദി പറയുന്നു. വീണ്ടും ഞാൻ അനുഭവത്തോടെ പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ആത്മാവുള്ളവരെല്ലാം കർത്താവിൻ്റെ സഹോദരവർഗത്തിൽ പ്രവാചകരും പ്രവാചകിമാരുമായി നീ ഉയർത്തിയിരിക്കുന്നതിനാണ് നിന്നെ സ്തുതിക്കുന്നു. പ്രവാചകരെ മറ്റുള്ളവർക്കാർക്ക് മനസ്സിലാകുകയില്ല എന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങൾ പ്രവചന നൽവരത്തോടെ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേല ചെയ്യുകയും ചെയ്യുമ്പോൾ അനേകർ തെറ്റിദ്ധരിക്കുമെന്നും ആ തെറ്റിദ്ധാരണ ദണ്ഡന പീഡനങ്ങളിലേക്ക് നയിക്കുമെന്നും അത് മുറിവും ചതവുമാവുമെന്നൊക്കെ ഞങ്ങൾ കേൾപ്പിച്ചതിനാണ് നന്ദി പറയുന്നു. അതില്ല, നീയും കൂടെ ആയതുകൊണ്ട് കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് എത്രയും വേഗം കർത്താവ് ആ മുറിവ് ഞെക്കി കഴുകി ആ കർത്താവിൻ്റെ മുളയും കർത്താവിൻ്റെ കമ്പുകളും കൊമ്പുകളും വെച്ച് കെട്ടി ഞങ്ങൾ ആത്മഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവവൃക്ഷത്തിൻ്റെ ഫലം കായ്ക്കുന്ന കമ്പുകളായി തീർന്ന് എല്ലാ വിശുദ്ധന്മാരെയും ശുദ്ധിമുതലെ പോലെ ജന്മസാവലിനോട് ഞാൻ സഹായിക്കണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ യാചിക്കുന്നത് പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയിലേക്കുവാനായിട്ട് തന്നെ. സങ്കേത ഭവനത്തിന് ഒരാഴ്ച അവധിയാണ്. ഇന്നത്തോടുകൂടി ഇവിടുത്തെ നിത്യകുർബാന തൽക്കാലത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുന്നു. ഇനി അടുത്ത 14-ാം തീയതി ഞായറാഴ്ച മാത്രമേ കുർബാനയുള്ളൂ. ഇട ദിവസവും നമുക്ക് സ്വയപരിശോധന ചെയ്യാനും പെന്തിക്കോസ്തിക്ക് വേണ്ടി ഒരുങ്ങാനും കാത്തിരിക്കുവാനൊക്കെയുള്ള സമയമാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് യേശുവിനെ കിട്ടിക്കഴിഞ്ഞ താൻ ക്രിസ്ത്യാനിയായി തീർന്നതിന് ശേഷം തനിക്ക് കിട്ടിയതായ വചനം മുഴുവൻ ഹൃദയത്തിൽ മുഴുവൻ എഴുതാൻ വേണ്ടി അറേബ്യയിൽ പോയി തപസ്യ ചെയ്ത കാര്യം ഗലാത്യ ലേഖനത്തിൽ എഴുതിയിട്ടുണ്ട്. അറേബ്യയിൽ പോയി അനേക നാൾ തപസ്യ ചെയ്ത് ഹൃദയം നിറഞ്ഞ വചനമായി തൻ്റെ കയ്യിലും കാലിലും നെറ്റിയിലും അസ്ഥികളിലും എല്ലാ അവയവങ്ങളിലും വചനം എഴുതി വെച്ചിരുന്നതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസിന് അടികൾക്കിടയിൽ അനേകരെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചു. ജയിൽവാസത്തിനിടയിൽ അനേകരെ മാനസാന്തരപ്പെടുത്താൻ സാധിച്ചു. കാരണം പൗലോസ് മുഴുവൻ വചനമായിരുന്നു. സംഭവിച്ചത് മുഴുവനും അനേകരുടെ മാനസാന്തരത്തിന് ഒതുങ്ങി. ജയിലിൽ കിടന്നപ്പോൾ തന്നെ കാത്തുകൊണ്ട് നിന്ന പട്ടാളക്കാർക്ക് മനസ്സിലായി ഇവൻ കുറ്റം ചെയ്തിട്ടില്ലേ കിടക്കുന്നത്, കള്ളക്കേസാണ്, ഇവൻ ഒരു നല്ല സുവിശേഷകനാണെന്ന് പറഞ്ഞാൽ അവന് സുവിശേഷം കേട്ടു. ആ കൈസറുടെ കൊട്ടാരത്തിലുണ്ടായിരുന്ന പലരും വന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. അങ്ങനെ അനേക ക്രിസ്ത്യാനികളാകുവാൻ, അനേക നല്ല വചനങ്ങൾ അനേകം കിട്ടുവാനും അനേകം മാനസാന്തരപ്പെടുവാനും ആ അനുഭവം ഉതകി എന്നുള്ളത് പത്രോസിൻ്റെ പൗലോസിൻ്റെ ഒക്കെ ജീവിതം നമുക്ക് സാക്ഷ്യമായി തന്നിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ വചനം എത്ര ശതമാനം നമ്മുടെ ഹൃദയത്തിൽ കയറിയെന്ന് പരിശോധിക്കാൻ ആളൊഴിഞ്ഞ സ്ഥലത്തേക്കൊന്ന് മാറുന്നതല്ല. നമ്മുടെ വീട്ടിൽ തന്നെ എല്ലാ ജോലികളും ഒതുക്കിയിട്ട് ഒരു ഒഴിഞ്ഞ മുറിയിലോട്ട് കയറി കർത്താവേ, മാമോദീസായിൽ എന്നിൽ ജനിച്ച യേശു ഇനി എത്ര ശതമാനം വളർന്നു, ഇനി എത്രമാത്രം വളരാനുണ്ട്, എൻ്റെ ഹൃദയം നിറയെ വചനമായിരിക്കണം, അത് അടിത്തൊട്ട് വരെ ചെന്നിരിക്കണം. എങ്കിൽ മാത്രമേ ദണ്ഡന പീഡനങ്ങളുടെ മധ്യത്തിൽ യേശുവിനെ സാക്ഷിക്കാനൊക്കെ ഉള്ളൂ. അല്ലെ പൊട്ടിത്തെറിച്ചിട്ട് നമ്മൾ കർത്താവിനെ എതിർക്കുന്നവരായിത്തീരും. അത് വരാതിരിക്കാൻ നമുക്ക് ഒരു അവസരം നല്ലതാണെന്നുള്ള കാര്യം ഓർപ്പിക്കുന്നു. അതുകൊണ്ട് ഇവിടെ നമുക്ക് കെട്ടിയിരിക്കുന്ന ഈ ഒരാഴ്ചക്കാലം മാറിയിരിക്കുവാനും മാറി എന്ന് ധ്യാനിക്കുവാനും സ്വയപരിശോധന ചെയ്യുവാനും വ്യസനത്തിലുള്ള മാർക്ക് മുന്നിലുണ്ടോ എന്ന് ശാശ്വത മാർക്ക് നടത്തണമെന്ന് 119 സങ്കീർത്തനം അന്വർത്ഥമാക്കാനും ഇടയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. ഇന്ന് ഗിവറി സാദായുടെ പെരുന്നാൾ സംബന്ധിച്ച് സ്നേഹവിരുന്ന് നടത്താൻ പലര് സ്വോത്രകാഴ്ചയോടെ സമർപ്പിച്ചിട്ടുണ്ട്. സ്വോത്രകാഴ്ച പണമായിട്ടും ആഹാര സാധനങ്ങളായിട്ടും ഒക്കെ ഇവിടെ പലരെ ഏൽപ്പിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം ദൈവം അനുഗ്രഹം കൊടുക്കട്ടെ. അത് കൊടുത്തവർക്കും അത് അനുഭവിക്കുന്നവർക്കും എല്ലാം അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ധ്യാനം ഇവിടെ സമാഹരിക്കുന്നു. സ്വർഗസ്വനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കണമേ, രാജ്യം വരണമേ, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ, ആരുടെ ക്ഷയിച്ചതുപോലെ ഞങ്ങളുടെ ഭാവങ്ങളും ഞങ്ങൾ ഓർമ്മിക്കണമേ, ശരിയായി ഞങ്ങളെ പ്രവേശിക്കരുത്, ഈ ആവശ്യം ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, ക്രോധഞ്ഞവരെയുമേ നിനക്ക് സമാധാനം. ഞങ്ങളുടെ കർത്താവിനോടുകൂടെ സ്ത്രീകൾ വാഴ്ത്തപ്പെട്ടവളാം, കർത്താവായ ശിഷ്യ വാഴ്ത്തപ്പെട്ടവരാകും. ഭാവിയായ